Hello friends. Welcome to Gayatri's Glimpses. Grow, glow with Gayatri. In this video, I'll be talking about nanomedicines, specifically the use of nanoparticles in medical imaging, targeting cancer cells, and nanoencapsulation for drug delivery to tumors. I'll be explaining these concepts in Malayalam so that it's easier for everyone to understand. I'm not a professional, so if you notice any mistakes or if you have any doubts, please feel free to let me know in the comments. നാനോ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് നെയിമാണ്. അത് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയെ നമ്മൾ മെഡിക്കൽ ഫീൽഡിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ നാനോ മെഡിസിൻ എന്ന് വിളിക്കുന്നു. നാനോ മെഡിസിൻ എന്ന് പറയുന്നത് എന്തും ആകാം. ഫോർ എക്സാമ്പിൾ ഡയഗ്നോസിസ് ആകാം, ട്രീറ്റ്മെൻറ്റ് ആകാം, ഏതെങ്കിലും സെൽസിനെയോ ടിഷ്യൂസിനെയൊക്കെ മോണിറ്റർ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് ഡിസീസസ് ആകാം, എന്തും ആകാം. ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്ന ടെക്നിക്കിനെ നമ്മൾ ഈ മെഡിക്കൽ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളതിനെ ബ്രോഡായിട്ട് നാനോ മെഡിസിൻ എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നമുക്ക് ആദ്യം പറയാൻ പറ്റുന്നത് ടാർജറ്റഡ് ഡ്രഗ് ഡെലിവറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ട്രഡീഷണൽ ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള അസുഖത്തിനൊക്കെ ട്രഡീഷണൽ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഈ കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം മുടിയൊക്കെ കൊഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ടിഷ്യൂസിനെയും അത് ഹാം ചെയ്യുകയാണ്. അപ്പോൾ ഈ നാനോ ടെക്നോളജിയെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ എവിടാണോ അസുഖമുള്ള ആ സ്പെസിഫിക് സെല്ലിലേക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിലേക്ക് നമുക്ക് ഡ്രഗ്സിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് പറ്റുന്നത്, ഇതേപോലത്തെ സൈഡ് എഫക്ട്സും ഒന്നും ഉണ്ടാകത്തില്ല. മാത്രമല്ല നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഡ്രഗ്സ് എല്ലാം കൃത്യമായിട്ട് ആ ഒരു പോർഷനിലേക്ക് മാത്രം എത്തുകയാണ്. അപ്പോൾ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നതും ഹൈ ആയിരിക്കും. ട്രഡീഷണൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നാനോ പാർട്ടിക്കിൾസ് വെച്ച് ടാർജറ്റഡ് ഡ്രഗ് ഡെലിവറി നടത്താൻ സാധിക്കും. കാരണം ആ ഒരു പോർഷനിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ. അതുകൊണ്ട് എഫിഷ്യൻസിയും വളരെ കൂടുതലാണ്. മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് വേറെ ഹെൽത്തി ആയിട്ടുള്ള ടിഷ്യൂസിനൊന്നും ഹാർംഫുൾ എഫക്ട്സ് ഒന്നും നൽകുന്നുമില്ല. പിന്നെ പറയാൻ പറ്റുന്നത് എൻഹാൻസ്ഡ് ബയോ അവൈലബിലിറ്റി. നമ്മൾ നാനോ സൈസിലാണ് നമ്മൾ ഡ്രഗ്സ് ഒക്കെ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സാധിക്കുന്നത്, പെട്ടെന്ന് ഇതിൻ്റെ സോലബിളായി കിട്ടും. നമ്മുടെ സോലബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് നമ്മൾ ഈ ഡ്രഗ്സിനെല്ലാം സോലബിളായി നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ അത് മാത്രമല്ല പറയാൻ പറ്റുക, ബയോളജിക്കൽ ബാരിയേഴ്സ് ഒക്കെ കടന്ന് നമ്മുടെ ഡ്രഗ്സിന് ഈസി ആയിട്ട് പെർമിയബിളായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതിൻ്റെ സൈസ് തീരെ ചെറുതായതുകൊണ്ട് തന്നെ. പിന്നെ ആദ്യമേ പറഞ്ഞു ടാർജറ്റഡ് ഡ്രഗ് ഡെലിവറിയാണ്. അതുകൊണ്ട് തന്നെ ടാർജറ്റഡ് ഡ്രഗ് ഡെലിവറി വിൽ ഇൻക്രീസസ് ബയോ അവൈലബിലിറ്റി. പിന്നെന്താ പറയാൻ പറ്റുക, കൺട്രോൾഡ് ഡ്രഗ് റിലീസാണ്. അപ്പോൾ നമ്മളൊരു മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വാക്സിനൊക്കെ കുഞ്ഞുനാളിൽ കുത്തിവെക്കുമ്പോൾ അത് നമ്മുടെ ജീവിതകാലത്തോളം അതൊരു പ്രവർത്തിക്കുകയല്ലേ നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അത് ഇച്ചിരി വെച്ച് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ആ വാക്സിൻ പുറത്തേക്ക് വരുവാണ്. അപ്പോൾ അതൊരു സാധാ എക്സാമ്പിൾ തൊട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം സ്ലോലി റിലീസ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു ഓവർ എ പീരീഡ് അത് ഫുൾ അതിൻ്റെ എഫക്റ്റ് നിലനിൽക്കും. അപ്പോൾ കൺട്രോൾഡ് ഡ്രഗ് ഡെലിവറിയാണ് ഈ നാനോ മെഡിസിൻസിൽ സംഭവിക്കുന്നത്. അതുപോലെ ഏർലി ഡിസീസ് ഡയഗ്നോസിസ്. ഇപ്പോൾ ഇതിനകത്ത് നാനോ പാർട്ടിക്കിൾസ് ക്യാൻ ബി യൂസ്ഡ് ആസ് കോൺട്രാസ്റ്റിംഗ് ഏജൻറ്റ്സ്. ഇപ്പോൾ MRI, അതുപോലെ CT സ്കാൻ, അൾട്രാസൗണ്ട്. ഇതിനകത്ത് അൾട്രാസൗണ്ട് ഇല്ല, അൾട്രാസൗണ്ടിൽ ഇപ്പോൾ ഇത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ നടന്നു വരുന്നുണ്ട്, ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ ഈ MRI CT സ്കാൻസിനകത്തൊക്കെ ഈ നാനോ പാർട്ടിക്കിൾസ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്ത് അതിപ്പോൾ എല്ലാ ഘട്ടത്തിലും വേണ്ട, അത് ഡോക്ടേഴ്സ് പറയും. ഇപ്പോൾ ക്യാൻസറൊക്കെ പോലുള്ള ഇതിൽ നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഭാഗവും നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണണ്ടേ. അപ്പോൾ ഇതേപോലത്തെ നാനോ പാർട്ടിക്കിൾസ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ MRI സ്കാനിലും CT സ്കാനിലും എല്ലാം നമ്മുടെ ബോഡി പാർട്സ് നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനത്തെ അസുഖങ്ങളാണെന്നുള്ളത് ഡോക്ടേഴ്സ് തീരുമാനിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് അത് അങ്ങനൊരു അസുഖം വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഈ നാനോ പാർട്ടിക്കിൾസ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇത് പെട്ടെന്ന് ഈ സ്കാനിങ് റിപ്പോർട്ടിൽ കൂടിയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഏർലി ഡിസീസ് ഡയഗ്നോസിസ്. പിന്നെ അതുപോലെ ടിഷ്യൂ എഞ്ചിനീയറിങ്, ജീൻ തെറാപ്പി, ഇതിനെല്ലാം നാനോ മെഡിസിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ജീൻ തെറാപ്പി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ചില കേസസ് ഉണ്ടല്ലോ, അമ്മയ്ക്കും അച്ഛനും ഒന്നും
പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ലായിരിക്കും. പക്ഷെ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് ചിലപ്പോൾ ഈ ഒരു ജീൻ കിട്ടിയേക്കാം. അപ്പോൾ ഈ ഒരു ജീൻ ഈ ഒരു അസുഖത്തിന് കാരണമായേക്കാം. അങ്ങനെയുള്ളൊരു അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വരെ സാധിക്കും. അപ്പോൾ അങ്ങനെ സാധിക്കാൻ പറ്റുന്നത് കൊണ്ട് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ജീൻ തെറാപ്പിയൊക്കെ നടത്തി ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് ഈ ജീൻ വരില്ല എന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താനൊക്കെ സാധിക്കും. സോ നാനോ മെഡിസിൻ ഈ കാലത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഒരുപാട് യൂസസും ഉണ്ട്. സോ ഇതൊക്കെയാണ് വൈ നാനോ മെഡിസിൻ എന്നുള്ളതിന് ഉത്തരം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നാനോ പാർട്ടിക്കിൾസ് ഫോർ മെഡിക്കൽ ഇമേജിങ്. ഇമേജിങ്ങിന് എങ്ങനെയാണ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നതെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വൈഡ്ലി യൂസിങ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് MRI അല്ലെങ്കിൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് എന്ന് പറയുന്നത്. MRIയിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിലൊരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതിലേക്ക് റേഡിയോ വേവ്സ് എമിറ്റ് ചെയ്യും. പിന്നെ ഇതൊരു കമ്പ്യൂട്ടർ അൽഗോരിതം വഴി പാസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽഡ് ഇമേജസ് കിട്ടും. ഇതാണ് ഇതിലെ മെയിൻ കമ്പോണൻസ്. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലുള്ള ഈ ഹൈഡ്രജൻ ആറ്റംസ് എല്ലാം ആദ്യമേ ഒരു റാൻഡം രീതിയിലായിരിക്കും അലൈൻ ചെയ്യുന്നത്. ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാൻ തുടങ്ങും. അപ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഒരു റേഡിയോ വേവ് ആർ സെൻഡ് ടു ദ ബോഡി. ദെൻ ദ റേഡിയോ വേവ്സ് നോക്ക് ദ പ്രോട്ടോൺസ് ഔട്ട് ഓഫ് അലൈൻമെൻറ്റ്. ഈ അലൈൻമെൻറ്റ് ഈ റേഡിയോ വേവ്സ് മാറ്റും. അപ്പോൾ ഈ റേഡിയോ വേവ്സ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രോട്ടോൺസ് വീണ്ടും റീ അലൈൻ ആകും. അതൊരു സിഗ്നൽ എമിറ്റ് ചെയ്യും. ഈ സിഗ്നൽ കമ്പ്യൂട്ടർ റിസീവ് ചെയ്ത് അതൊരു അൽഗോരിതം വഴി പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഓരോ ക്രോസ് സെക്ഷൻസും അങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ MRI വഴി നമുക്ക് കിട്ടുന്ന ഈ ഇൻറ്റേർണൽ ക്രോസ് സെക്ഷൻസ് ഒക്കെ ചിലപ്പോൾ ഫുള്ളി ക്ലിയർ ആയിട്ട് കാണാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഏറ്റവും ഇൻറ്റേർണൽ ഭാഗത്തൊക്കെ ഉള്ളത് ഫുള്ളി ഒരു ഗ്രേ കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചില കോൺട്രാസ്റ്റിംഗ് ഏജൻസ് നാനോ പാർട്ടിക്കിൾ ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ഏജൻറ്റ് ബോഡിയിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടും. അപ്പോഴത്തേക്കും നമ്മൾ ഗാലറിയിലൊക്കെ ഒരു ഫോട്ടോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യത്തില്ലേ, കോൺട്രാസ്റ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി കൂടും. അതുകൊണ്ട് തന്നെ ഇവിടെയും കോൺട്രാസ്റ്റ് കൂട്ടാൻ നമുക്ക് പറ്റും. അപ്പോഴത്തേക്കും നല്ല ഇങ്ങനെ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ്നെസ് ഇങ്ങനെ കൂട്ടും. ഓരോ ഭാഗത്തും എവിടെയാണോ ഡാർക്ക് ചെയ്യേണ്ടത് അവിടെ ഡാർക്ക് ചെയ്യപ്പെടും, എവിടെയാണോ ലൈറ്റ് ആകേണ്ടത് അവിടെ ബ്രൈറ്റ് ആകും. അപ്പോഴത്തേക്കും ഇങ്ങനെ ഫുള്ളി ഗ്രേ ആയിട്ടായിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഓരോ പാട്ടും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോ ക്രോസ് സെക്ഷൻസും കാണാൻ പറ്റും. ആദ്യത്തെ MRIയിൽ കാണാൻ സാധിക്കാത്തതൊക്കെ കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വിസിബിൾ ആയി കിട്ടും. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള നാനോ പാർട്ടിക്കിൾസ് ആണ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ആയിട്ട് MRIയിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഗഡോലിനിയം ബേസ്ഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ്. ഗഡോലിനിയം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇത് ലാൻഡനൈഡ് ആണ്. ഇതിന് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ട്. ഇതപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രോട്ടോൺസിന് ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെച്ച് ആൾട്ടർ ചെയ്യും. ആൾട്ടർ ചെയ്യുമ്പോഴത്തേക്കും വിച്ച് റിസൾട്ട്സ് ഇൻ എ സ്ട്രോങ്ങർ സിഗ്നൽ ഓൺ ആൻ MRI സ്കാൻ. അപ്പോൾ സ്ട്രോങ്ങർ സിഗ്നൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? ക്ലിയർ ഇമേജസ് ഓഫ് സ്പെസിഫിക് ടിഷ്യൂസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഡ്യൂ ടു ദ പാരാമാഗ്നറ്റിക് നേച്ചർ ഓഫ് ദി ഗഡോലിനിയം അയോൺ. ഞാൻ പറഞ്ഞു MRIയിൽ ഈ റേഡിയോ വേവ്സ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രോട്ടോൺസ് റീ അലൈൻ ചെയ്യപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു റിലാക്സേഷൻ ടൈം ഉണ്ടല്ലോ, ഈ ഗഡോലിനിയം അയോൺ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ റിലാക്സേഷൻ ടൈം ഷോർട്ടൻ ചെയ്യുകയും നമുക്കൊരു സ്ട്രോങ്ങർ സിഗ്നൽ അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ക്ലിയറർ ഇമേജ് കിട്ടും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ ട്യൂമേഴ്സ് അല്ലെങ്കിൽ ബ്രെയിനിലെ അബ്നോർമാലിറ്റീസ് ഒക്കെ ഈ ഗഡോലിനിയം ബേസ്ഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസി വഴി നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. തീരെ മൈന്യൂട്ട് ആണെങ്കിൽ പോലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഐഡൻറ്റിഫൈങ് ദ ഏരിയാസ് ഓഫ് ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ളത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. പിന്നീട് ഇത് നമുക്ക് വെയിൻസിൽ കൂടി ഇഞ്ചെക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളായിട്ട് കൊടുക്കുകയോ ചെയ്യും പേഷ്യൻസിന്. കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർക്കൊന്നും അധികമായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യപ്പെടാറില്ല. കാരണം ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് നമ്മളോട് റെക്കമെൻഡ് ചെയ്യും ഒരുപാട് വെള്ളം കുടിക്കുക. അപ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഈ ഗഡോലിനിയം എല്ലാം എക്സ്ക്രീറ്റ് ചെയ്തങ്ങ് പോയിക്കോളും. പക്ഷേ ഈ കിഡ്നിക്കൊക്കെ പ്രശ്നമുള്ളവർക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോഴത്തേക്കും ഇത് ഫുള്ളായി പോകണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് MRI എടുക്കുന്നവർ ഈ ഗഡോലിനിയം ബേസ്ഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ഉപയോഗിച്ച് MRI എടുക്കുന്നവർക്ക് ഒരു ലോങ് പീരീഡിലേക്ക് ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യപ്പെടുവാണെങ്കിൽ ചിലപ്പോൾ ഗഡോലിനിയം ഒക്കെ ഡിപ്പോസിഷൻ നമ്മുടെ ബോഡി സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ സിവിയർ കിഡ്നി ഡിസീസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു ഗഡോലിനിയം ബേസ്ഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് റെക്കമെൻഡ് ചെയ്യപ്പെടാറില്ല.
സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ആണ് കാർബൺ നാനോ ട്യൂബ്സ്. കാർബൺ നാനോ ട്യൂബ്സും ഈ MRIയിൽ ഒരു കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും എന്താണ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ സിഗ്നൽസിനെ, ആ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സിഗ്നൽസിനെ എൻഹാൻസ് ചെയ്യിക്കും. നമുക്കറിയാം കാർബൺ നാനോ ട്യൂബ്സിന് ഒരു യുണീക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസുകളുണ്ട്. സോ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആ ജനറേറ്റ് ചെയ്യപ്പെടുന്ന സിഗ്നൽസിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുകയും നമ്മുടെ എവിടാണോ വേണ്ടത് ആ സ്പെസിഫിക് ബോഡി പാർട്സ് നല്ല ക്ലിയർ ആയിട്ട് വിസിബിൾ ആക്കുകയും ചെയ്യും. സോ ഈ കാർബൺ നാനോ ട്യൂബ്സും അതിൽ എന്താണ് ഈ മാഗ്നറ്റിക് റിലാക്സേഷൻ ടൈം ആൾട്ടർ ചെയ്ത് ഒരു സ്ട്രോങ്ങർ സിഗ്നൽ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. എടുത്തു പറയപ്പെടേണ്ടത് ഈ കാർബൺ നാനോ ട്യൂബ്സിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. ഇത് എന്താണ് പ്രോപ്പർലി മോഡിഫൈഡ് കാർബൺ നാനോ ട്യൂബ്സ് ആണ് ഇവിടെ മെഡിക്കൽ ഇമേജിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടുന്ന സിഗ്നലും നല്ല സ്ട്രോങ് സിഗ്നൽ ആയിരിക്കും. പിന്നെ മോസ്റ്റ്ലി MRIയിൽ തന്നെ T2 വെയ്റ്റഡ് MRI സ്കാൻ ആയിരിക്കും ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു T2 കോൺട്രാസ്റ്റിംഗ് ഏജൻ്റ് ആയിട്ടാണ് കാർബൺ നാനോ ട്യൂബ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് പറയാൻ പറ്റുകയാണെങ്കിൽ ഈ കാർബൺ നാനോ ട്യൂബ്സിന് ഒരു എന്താണ് ലാർജ് സർഫസ് ഏരിയ ആണ്. സോ ദിസ് ലാർജ് സർഫസ് ഏരിയ ഓഫ് കാർബൺ നാനോ ട്യൂബ്സ് അലൗസ് ഫോർ എഫിഷ്യൻറ്റ് ഇൻറ്ററാക്ഷൻ വിത്ത് സറൗണ്ടിങ് വാട്ടർ മോളിക്യൂൾ, ഫർദർ എൻഹാൻസിങ് ദി കോൺട്രാസ്റ്റ് എഫക്റ്റ്. സോ ഈ കാർബൺ നാനോ ട്യൂബ്സ് ആകുന്ന എന്താണ് ഈ കോൺട്രാസ്റ്റിംഗ് ഏജൻസ് വഴിയും നമുക്ക് ട്യൂമർ സെൽസിനെയൊക്കെ എന്താണ് സെലക്റ്റീവ്ലി ടാർഗറ്റിംഗ് ട്യൂമർ സെൽസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ ഈ ട്യൂമേഴ്സിൻ്റെയൊക്കെ വിസിബിലിറ്റി വളരെ നന്നായിട്ട് ഇത് എന്താണ് എൻഹാൻസ് ചെയ്യിപ്പിക്കും. പിന്നെ മാത്രമല്ല ഡയഗ്നോസിസിന് മാത്രമല്ല നമുക്ക് ട്രീറ്റ്മെൻറ്റ് മോണിറ്റർ ചെയ്യാനും ഇത് സഹായിക്കും. ഇതെന്തൊക്കെ പറഞ്ഞാലും ടോക്സിസിറ്റി കൺസേൺസ് ഇതിന് നന്നായിട്ടുണ്ട്. കാരണം ഒരുപാട് റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട് ഇത് ടോക്സിക് ആണെന്ന്. അപ്പോൾ അതിലേക്കൊക്കെ ഇനിയും നമ്മൾ റിസർച്ച് ചെയ്യാനിരിക്കുന്നു. സോ ഇതൊക്കെയാണ് കാർബൺ നാനോ ട്യൂബ്സ് ഈ ഒരു കോൺട്രാസ്റ്റിംഗ് ഏജൻ്റ് ആയിട്ട് മെഡിക്കൽ ഇമേജിങ്ങിന് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഹൈപ്പർ പോളറൈസ്ഡ് കാർബൺ 13 പൈറുവേറ്റിനെ കുറിച്ച് പറയാം. ഹൈപ്പർ പോളറൈസ്ഡ് കാർബൺ 13 പൈറുവേറ്റും ഈ MRIയിൽ ഒരു കോൺട്രാസ്റ്റിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ഈ പൈറുവേറ്റിനെ നമ്മൾ ലാക്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഈ ലാക്റ്റേറ്റ് MRI വഴി നമുക്ക് ഈസിലി ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നടക്കുന്ന എന്തോന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റിയൽ ടൈം മെറ്റബോളിക് ആക്ടിവിറ്റി വിത്തിൻ ദ ബോഡി നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും, പർട്ടിക്കുലർലി ഇൻ ട്യൂമേഴ്സ്. ഇതിലെ കീ പോയിന്റ് എന്ന് പറയുന്നതും ഈ സിഗ്നൽ സ്ട്രെങ്ത് ഇത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. കാരണം ഇവിടെ എന്താണ് ഇവിടുത്തെ പ്രോസസ്സ് എന്താണ് ഹൈപ്പർ പോളറൈസേഷൻ ആണ്. സോ സിഗ്നൽ സ്ട്രെങ്ത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയും മാത്രമല്ല ഇത് കാർബൺ 13 ലേബിൾഡ് ആണ്. അപ്പോൾ ഈസി ഡിറ്റക്റ്റ് ചെയ്യാനും സാധിക്കും. കാരണം ഇത് ലേബിൾഡ് പൈറുവേറ്റ് മോളിക്യൂൾ ആണല്ലോ. പിന്നീട് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ഹൈപ്പർ പോളറൈസ്ഡ് പൈറുവേറ്റിനെ എന്താണ് മെറ്റബോളിക് ആക്ടിവിറ്റി കഴിഞ്ഞ് പിന്നെ അതിനെ ലാക്റ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതിൻ്റെ മെറ്റബോളിക് ഇൻഫോർമേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇത് ഏർലി ക്യാൻസർ ഡിറ്റക്ഷനൊക്കെ യൂസ് ചെയ്യാം. വളരെ അതിൻ്റെ തുടക്ക സ്റ്റേജിലെ നമുക്ക് ഇതുവഴിയൊക്കെ കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല ഈ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം ഫലപ്രദമായി അതിൻ്റെ റെസ്പോൺസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും ഇതുവഴി. അതുമാത്രമല്ല ഹാർട്ട് ഡിസീസ്, ലിവർ ഡിസീസ് ഇതിൻ്റെയൊക്കെ മെറ്റബോളിക് ചേഞ്ചസ് ഒക്കെ നമുക്ക് സ്റ്റഡി ചെയ്യാനും സാധിക്കും. സോ നെക്സ്റ്റ് കോൺട്രാസ്റ്റിംഗ് ഏജൻറ്റ് എന്താണ് മാഗ്നറ്റീസ് ബേസ്ഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതും എന്താണ് പാരാമാഗ്നറ്റിക് ആണ്. എന്താണ് ചെയ്യുന്നത് ഇതും എന്താണ് ഇറ്റ് ആൾട്ടേഴ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദി വാട്ടർ മോളിക്യൂൾസ് ഇൻ ദ ബോഡി ലീഡിങ് ടു എ സ്ട്രോങ്ങർ സിഗ്നൽ ഫ്രം സ്പെസിഫിക് ടിഷ്യൂസ്. സോ ഇത് എന്താണ് മാംഗനീസ് ബേസ്ഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ഉപയോഗിച്ചും നമുക്കൊരു ബെറ്റർ വിഷ്വലൈസേഷൻ പോസിബിൾ ആണ്. ഓർഗൻ്റെയൊക്കെ സ്ട്രക്ചേഴ്സും അതുപോലെ എന്താണ് അബ്നോർമാലിറ്റീസും ഒക്കെ നമുക്ക് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. ഇവിടെയും സെയിം എന്താണ് ഈ ഗഡോലിനിയം ബേസ്ഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസിൻ്റെ കൂട്ട് പറഞ്ഞത് തന്നെ ഇവിടെ മാംഗനീസിലും അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്, പാരാമാഗ്നറ്റിക് ആണ്. സോ ഇതിൻ്റെ റിലാക്സേഷൻ ടൈം ചേഞ്ച് ചെയ്യപ്പെടും. സോ അതുവഴി ഒരു സ്ട്രോങ് സിഗ്നൽ എന്താണ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുവഴി നമുക്ക് ക്ലിയർ ഇമേജസ് ഒബ്റ്റെയിൻ ചെയ്യാനും സാധിക്കും. പിന്നെ ഇതിനും എന്താണ് ടോക്സിസിറ്റി കൺസേൺസ് ഉണ്ട്. സോ പ്രോബബ്ലി ചീലേഷൻ ഒക്കെ ചെയ്തായിരിക്കും ഇത് നമ്മുടെ വെയിൻസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് പറയുമ്പോൾ സൂപ്പർ പാരാമാഗ്നറ്റിക് അയൺ ഓക്സൈഡ് അഥവാ SPIO.
ഇവിടെയും നമ്മുടെ ഈ റിലാക്സേഷൻ ടൈം ഷോർട്ടൺ ചെയ്യും. അതുവഴി നമ്മുടെ സിഗ്നൽസ് എല്ലാം സ്ട്രോങ്ങർ ആയിട്ട് കിട്ടുകയും നമുക്ക് നല്ല ക്ലിയറർ ഇമേജസ് കിട്ടുകയും ചെയ്യും. പിന്നെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാറ്റമുണ്ട്. ഈ റിലാക്സേഷൻ ടൈം ഈ സൂപ്പർ പാരാമാഗ്നറ്റിക് അയൺ ഓക്സൈഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ഷോർട്ടൺ ചെയ്യിപ്പിക്കുമ്പോൾ ആ സിഗ്നൽസിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കോസിങ് എ സിഗ്നൽ ഡിക്രീസ് ഇൻ ടിഷ്യൂസ്. സോ അവിടെ ഒരു ഡാർക്കർ അപ്പിയറൻസ് ആയിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ പറയുന്നത് നെഗറ്റീവ് കോൺട്രാസ്റ്റ് ഏജൻസ് എന്നാണ്. കാരണം ഇവിടെ ടിഷ്യൂസ് ഒക്കെ ഡാർക്കനായിട്ടായിരിക്കും കിട്ടുന്നത്. സോ ഇവിടെയുള്ള മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ ഈ SPIO പാർട്ടിക്കിൾസ് ഇൻജെക്ട് ചെയ്യപ്പെടുമ്പോൾ ഇത് സ്പെസിഫിക് ടിഷ്യൂസ് ആ പ്രത്യേകം ടിഷ്യൂസ് ഇത് ടേക്കൺ അപ്പ് ചെയ്യും. എന്നിട്ട് ഒരു ലോക്കൽ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത് നമ്മുടെ റിലാക്സേഷൻ ടൈംസിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുകയും ഇതുവഴി ഒരു സിഗ്നൽ റിഡക്ഷൻ ഓൺ MRI ഇമേജസ് ഉണ്ടാവുകയും ചെയ്യും. സോ ഇതൊക്കെയാണ് MRIയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺട്രാസ്റ്റിംഗ് ഏജൻസ്. MRIയിൽ മാത്രമല്ല കമ്പ്യൂട്ടർ ടോണോഗ്രഫി അഥവാ CTയിലും കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ CT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടോണോഗ്രഫിയിലെ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പേഷ്യൻറ്റിന് ചുറ്റും ഒരു എക്സ്റേ സോഴ്സ് റൊട്ടേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് ഈ എക്സ്റേസ് എമിറ്റ് ചെയ്യപ്പെടുകയും മാത്രമല്ല ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഡിറ്റക്റ്റേഴ്സും ഉണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഡിറ്റക്റ്റേഴ്സും റൊട്ടേറ്റ് ചെയ്യും. ഈ എക്സ്റേസ് എല്ലാം പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ കൂടി പാസ് ചെയ്ത് ആ ഡിറ്റക്റ്റേഴ്സ് ക്യാച്ചപ്പ് ചെയ്യും. പിന്നീട് ഈ ഡേറ്റ ഒരു കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുകയും കമ്പ്യൂട്ടർ ഈ എക്സ്റേ ഡേറ്റയെ ക്രോസ് സെക്ഷണൽ ഇമേജസ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് CTയിൽ ഇമേജസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. CTയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺട്രാസ്റ്റിംഗ് ഏജന്റ് ആണ് അയഡിൻ ബേസ്ഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ്. അയഡിൻ ബേസ്ഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് നമ്മുടെ ക്രോസ് സെക്ഷണൽ ഓർഗൻസിൻ്റെ ഒക്കെ ക്രോസ് സെക്ഷണൽ വിസിബിലിറ്റി അതുപോലെ ബ്ലഡ് വെസൽസ് ഒക്കെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യിപ്പിക്കും. പിന്നെ ഇത് എക്സ്റേസിലും നമ്മുടെ സാധാ എക്സ്റേസിലും ഒക്കെ ഈ അയഡിൻ ബേസ്ഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ് ഉപയോഗിക്കാറുണ്ട്. സോ ഇതിനെ നമ്മൾ വെയിൻസിലേക്ക് അല്ലെങ്കിൽ ആർട്ടറീസിലേക്ക് ഇൻജെക്ട് ചെയ്യിപ്പിക്കുകയും ഇത് നമ്മുടെ ഈ എക്സ്റേസിനെ ടെമ്പററിലി ചേഞ്ച് ചെയ്യിപ്പിക്കുകയും അതുവഴി നമുക്കൊരു സ്ട്രോങ്ങർ സിഗ്നൽ കമ്പ്യൂട്ടറിലേക്ക് അയച്ച് നമുക്കൊരു ക്ലിയറർ ഇമേജ് കിട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇത് ഇൻജെക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ വെയിൻസിൽ കൂടിയാകാം, അല്ലെങ്കിൽ ഒരു ഡ്രിങ്ക് ആയിട്ട് ഇത് ഇൻജെക്ട് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ റെക്റ്റലിയും ഇത് ഉള്ളിലേക്ക് എത്താം. പിന്നെ ഇത് മൈൽഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ കാണിക്കാറുണ്ട്, വോമിറ്റിംഗ്, റാഷസ് ഒക്കെ കാണിക്കാറുണ്ട്. സോ മെയിൻലി ഇത് നമ്മുടെ തൈറോയിഡ് ഭാഗത്തൊക്കെ ഉള്ള ക്രോസ് സെക്ഷണൽ ഇമേജസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കും. പിന്നീട് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു കോൺട്രാസ്റ്റിംഗ് ഏജന്റ് ആണ് ബേരിയം ബേസ്ഡ് കോൺട്രാസ്റ്റിംഗ് ഏജൻസ്. ബേരിയം സൾഫേറ്റ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് ഓറലി അല്ലെങ്കിൽ റെക്ടലി ആയിരിക്കും ബോഡിയിലേക്ക് എത്തുന്നത്. ഇത് നമ്മുടെ ഓർഗൻസിനെയും ടിഷ്യൂസിലെയൊക്കെ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് ക്ലിയർ ഇമേജസ് കാണിച്ചു തരും. അതുപോലെ ഈസോഫാഗസ്, സ്റ്റൊമക്, ബവൽ ഏരിയയിലേക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഈസി ആയിട്ട് പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ ഈ ഒരു കോൺട്രാസ്റ്റിംഗ് ഏജന്റ് ഉപയോഗിച്ച് സാധിക്കും. പിന്നീട് അലർജിക് റിയാക്ഷൻസും ഒക്കെ പൊതുവേ മൈൽഡാണ്. സോ ഇതാണ് ബേരിയം സൾഫേറ്റ് ആസ് എ കോൺട്രാസ്റ്റിംഗ് ഏജന്റ് നമ്മൾ പറയുന്നത്. പിന്നീട് ഉപയോഗിക്കുന്ന ഒരു കോൺട്രാസ്റ്റിംഗ് ഏജന്റ് ആണ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് CTയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ലെസ് ടോക്സിക് ആണ്. പക്ഷേ എന്നിരുന്നാലും ഇത് ഗോൾഡ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് അറിയാം അതിന് നല്ല പൈസ ചിലവുള്ള സംഗതിയാണ്. സോ ഇത് എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല, എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആയിരിക്കത്തില്ല. പിന്നീട് ക്വാണ്ടം ഡോട്ട്സും ഒരു കോൺട്രാസ്റ്റിംഗ് ഏജന്റ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടൈനി സെമി കണ്ടക്ടിങ് ക്രിസ്റ്റൽസ് ആണ്. ഇത് ബയോ ഇമേജിങ്ങിന് മാത്രമല്ല ഡ്രഗ് ഡെലിവറിക്കും ക്യാൻസർ ഡയഗ്നോസ്റ്റിക്സിനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ ക്വാണ്ടം ഡോട്ട്സിന് സെൽസിനെയൊക്കെ പെനിട്രേറ്റ് ചെയ്ത് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ സാധിക്കും. UV to നിയർ ഇൻഫ്രാറെഡ് റേഞ്ചിൽ ഇതിന് ലൈറ്റിനെ എമിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് അതിൻ്റെ സൈസിൻ്റെ ബേസിസിലായിരിക്കും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്കൊരു ക്ലിയർ ഇമേജ് ഈ ക്വാണ്ടം ഡോട്ട്സ് വഴിയും കിട്ടും. സോ ഞാൻ പറഞ്ഞാൽ ഇത് ടൈനി സെമി കണ്ടക്ടിങ് ക്രിസ്റ്റൽസ് ആണെന്ന്. സോ ഇത് ഹെവി മെറ്റൽ കണ്ടന്റ് ആണുള്ളത്. അപ്പോൾ ടോക്സിസിറ്റി കൺസേൺസ് ഉണ്ട്. സോ മെയിൻലി ഈ ക്വാണ്ടം ഡോട്ട്സ് പോളിമർ കോട്ടിങ്സ് ഒക്കെ നടത്തിയായിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്.
ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് ഈ നാനോ മെഡിസിൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നോക്കാം. സോ നമുക്കറിയാം ഈ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പിയൊക്കെ പോലുള്ള ട്രഡീഷണൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പറയാൻ പറ്റുക നോൺ ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് ഈ ട്രഡീഷണൽ രീതി അനുസരിച്ച് നമുക്ക് ഇന്ന ഏരിയയിലേക്ക് ഇത് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മുടെ ഹെൽത്തി സെൽസിനെ എല്ലാം ഇത് ഡാമേജ് ചെയ്യിക്കും. അത് മാത്രമല്ല ഈ ഒരു ഭാഗത്തേക്ക് മാത്രം എത്താത്തത് കൊണ്ട് ഇത് പലയിടത്തുകൂടി സർക്കുലേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ ആ ടാർഗറ്റ് പൊസിഷനിൽ എത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫിഷ്യൻസി കുറവായിരിക്കും, പെട്ടെന്നുള്ള റിക്കവറി പോസിബിൾ ആയിരിക്കത്തില്ല, ഇച്ചിരി സ്ലോ പ്രോസസ്സ് ആയിരിക്കും നടക്കുന്നത്. പിന്നെ അതുപോലെ ടോക്സിസിറ്റി, നമ്മുടെ ബാക്കിയുള്ള ഹെൽത്തി ടിഷ്യൂസിനെയൊക്കെ ഓർഗൻ ഡാമേജസും ഒക്കെ ഇതുവഴി സംഭവിക്കും. കാരണം ഡ്രഗ്സ് ത്രൂ ഔട്ട് ദ ബോഡി സർക്കുലേറ്റ് ചെയ്യുവാണല്ലേ. സോ എന്താണ് ഈ കീമോതെറാപ്പിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഇങ്ങനെ നമ്മൾ ലോങ് ടേം യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ഗുണത്തേക്കാളേറെ ചിലപ്പോൾ ദോഷമായിരിക്കാം ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ബോൺ മാരോ സപ്രഷൻ, ന്യൂറോപ്പതി, അതുപോലെയൊക്കെയുള്ള അസുഖങ്ങളുണ്ടാകും. ഇതൊക്കെയെന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിനൊന്നും പ്രത്യേകിച്ച് മരുന്നില്ല. സോ ഇതേപോലത്തെ ട്രഡീഷണൽ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാലത്തേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗുണത്തേക്കാളേറെ ദോഷങ്ങൾ സംഭവിക്കും. പിന്നെ അതുപോലെ ഡ്രഗ് റെസിസ്റ്റൻസ്, നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാൻസർ സെൽസിന് ഈ ഡ്രഗ്സിനോട് ഒരു റെസിസ്റ്റൻസ് വന്നു ചേരും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഡ്രഗ്സ് ഒന്നും ഉപയോഗിച്ചാലും അതിനെയൊക്കെ നമ്മുടെ ഈ ക്യാൻസർ സെല്ല് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊന്നും പോരാതെ വരും, അല്ലെങ്കിൽ ഹൈ ഡോസേജ് കൊടുക്കേണ്ടി വരും. സോ ഇതൊക്കെയാണ് കീമോതെറാപ്പിയിലും റേഡിയേഷൻ തെറാപ്പിയിലും വരുന്ന മേജർ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നാനോ പാർട്ടിക്കിൾസ് ഈ ക്യാൻസർ തെറാപ്പിയെ ഹെൽപ്പ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, നമുക്ക് ഫോട്ടോ ഡൈനാമിക് തെറാപ്പിയെ കുറിച്ച് നോക്കാം. ഇതിൽ ഒരു ഫോട്ടോ സെൻസിറ്റൈസിങ് ആയിട്ടുള്ള ഡ്രഗ് നമ്മുടെ ബോഡിയിലേക്ക് ഇൻജെക്റ്റ് ചെയ്യപ്പെടും. ലൈറ്റും ഡ്രഗും ഉപയോഗിച്ച് മെർജ് ചെയ്യപ്പെട്ട ഒരു ടെക്നോളജിയാണിത്. അപ്പോൾ ഇതിനകത്തൊരു ഫോട്ടോ സെൻസിറ്റൈസിങ് ആയിട്ടുള്ള ഡ്രഗ് ഇൻജെക്റ്റ് ചെയ്യപ്പെടുകയും ഒരു സ്പെസിഫിക് വേവ് ലെങ്തിൽ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ഈ ലൈറ്റ് നമ്മുടെ ഇൻജെക്റ്റ് ചെയ്ത ഡ്രഗ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും, ആൻഡ് വിച്ച് വിൽ ഡിസ്ട്രോയ്സ് ദ ക്യാൻസർ സെൽസ്. സോ ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് സ്കിൻ ക്യാൻസർ, മൗത്ത് ക്യാൻസർ, ഈസോഫാഗൽ ക്യാൻസർ, ബ്ലാഡർ ക്യാൻസർ, ഇവിടെയൊക്കെ ആയിരിക്കും ഈ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ സർജറി ഒന്നും വേണ്ട. ഇവിടെ നമ്മൾ ഒരു ഡ്രഗ് ഇൻജെക്റ്റ് ചെയ്യിപ്പിക്കും, ഫോട്ടോ സെൻസിറ്റൈസിങ് ആയിട്ടൊരു ഡ്രഗ് ഇൻജെക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ഈ ഡ്രഗ് ആക്ടിവേറ്റ് ആയിട്ട് നമ്മുടെ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ നോക്കും. നെക്സ്റ്റ് കീമോതെറാപ്പിയിൽ ഇതേപോലെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഡോക്സോറൂബിസിൻ, പാക്ലിറ്റാക്സൽ, സിസ്പ്ലാറ്റിൻ, ഇതേപോലത്തുള്ള മരുന്നെന്ന് പറയുന്നത് തീരെ നാനോ പാർട്ടിക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ മെച്ചം എന്താണ്, അല്ലെങ്കിൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ കൺട്രോൾഡ് റിലീസ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയിലെത്തി ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് അവിടെ തന്നെ നിലനിൽക്കും. സോ നമുക്കിത് കുറേ നാളത്തേക്ക് ഈ ഡ്രഗ് അവിടെ തന്നെ നിൽക്കുന്നത് കൊണ്ട് കുറേ നാളത്തേക്കുള്ള ഫലം ഇത് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇത് നാനോ സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ സോലബിലിറ്റി ഒക്കെ വളരെ കൂടുതലാണ്, പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യപ്പെടും. പിന്നെ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള റിക്കവറി പോസിബിൾ ആണ്. മാത്രമല്ല ഇത് ഹെൽത്തി ടിഷ്യൂസിനെ ഒന്നും നശിപ്പിക്കുന്നുമില്ല. നെക്സ്റ്റ് പറയാൻ പറ്റുന്ന ഇമ്മ്യൂണോ തെറാപ്പി സാധാരണ കൊച്ചു കുട്ടികളിൽ അല്ലെങ്കിൽ സിവിയർ സ്റ്റേജിലൊക്കെ ഉള്ള ക്യാൻസർ പേഷ്യൻസിനാണ് ഇമ്മ്യൂണോ തെറാപ്പി യൂസ് ചെയ്യപ്പെടുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നാനോ സൈസ്ഡ് ആയിട്ടുള്ള ആൻറ്റിജൻസ് നമ്മുടെ ബോഡിയിലേക്ക് കുത്തിവയ്ക്കപ്പെടും. അപ്പോൾ ഈ ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്ത് ആൻറ്റിബോഡീസ് ജനറേറ്റ് ചെയ്യും. ഇത് നമ്മുടെ ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാൻ നോക്കും. സോ ഇവിടെ ഇപ്പോൾ വേറെ ഒരാളിൽ നിന്ന് അയാളുടെ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെം സെൽസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണിനുള്ള സ്റ്റെം സെൽസ് ഒക്കെ നമ്മുടെ പേഷ്യൻറ്റിലേക്ക് ഡൊണേറ്റ് ചെയ്ത് ഈ ഇമ്മ്യൂണോ തെറാപ്പിയൊക്കെ പോസിബിൾ ആക്കാൻ നോക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് നാനോ പാർട്ടിക്കൽ ബേസ്ഡ് ക്യാൻസർ തെറാപ്പീസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നാനോ എൻകാപ്സുലേഷൻ ഫോർ ട്യൂബ്. So എന്താണ് നാനോ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the technology of packing nanoparticles of solid, liquid or gas, also known as core, within a secondary material named as matrix or shell to form a nanocapsule. എന്ന് പറയുമ്പോഴത്തേക്കും ഈ നാനോ പാർട്ടിക്കിൾസ് അത് സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം, ഇതിനെ ഒരു കോർ പോർഷനിൽ ക്യാപ്സുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനൊരു പുറം മോടി കാണും, ഒരു ഷെല്ല് കാണും. അപ്പോൾ ഈ ഷെല്ലിൻ്റെ അകത്ത് ഈ നമ്മുടെ ഡ്രഗ്സിനെ ക്യാപ്സുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നാനോ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകംഭാഗത്തെ കോർ എന്നും ഇതിൻ്റെ പുറത്ത് ഷെൽ എന്നുമാണ് നമ്മൾ പറയുന്നത്. സോ
So this encapsulation is commonly adopted in drug delivery systems to form a shell to prevent it from leaching out before reaching the targeted site. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രഗ്സിനെ ഇങ്ങനെ സേഫ് ആയിട്ട് വെക്കുക ഒരു ഷെല്ലിൻ്റെ അകത്ത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് ലീച്ച് ഔട്ട് ഒന്നും ആകത്തില്ല, നമ്മുടെ ടാർഗറ്റ് സൈറ്റിലോട്ട് അത് സേഫ് ആയിട്ട് എത്തും. ഇതിൻ്റെ പ്രീമച്വർ ഡീഗ്രഡേഷൻ ഒക്കെ ഈ ഒരു എൻകാപ്സുലേഷൻ വഴി തടയപ്പെടും. സോ ഡിഫറെൻറ്റ് നാനോ കാരിയേഴ്സ് ഉപയോഗിച്ചാണ് ഈ ഒരു നാനോ എൻകാപ്സുലേഷൻ സാധ്യമാകുന്നത്. അപ്പോൾ പല ടൈപ്പ് ഓഫ് നാനോ കാരിയേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിപ്പോസോംസ്, നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. ഇതെന്ന് പറയുമ്പോൾ ഒരു ഫോസ്ഫോ ലിപ്പിഡ് ബൈ ലെയർ ആണ്, സ്പെറിക്കൽ വെസിക്കിൾസ് വിത്ത് എ ഫോസ്ഫോ ലിപ്പിഡ് ബൈ ലെയർ. അപ്പോൾ ഇതിൻ്റെ ഈ കോർ പോർഷനിലോ അല്ലെങ്കിൽ ഈ വേക്കൻ സൈറ്റിലോ ഒക്കെ ഡ്രഗ് എൻകാപ്സുലേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഇതെന്താണ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ ഡ്രഗ്സിനെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്ത് കൺട്രോൾഡ് റിലീസ് ആയിരിക്കും ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ട്യൂമർ സെൽസിന് ഇത് പെട്ടെന്ന് അപ്ടേക്ക് ചെയ്യപ്പെടാനായിട്ട് സാധിക്കും. സ്പെറിക്കൽ വെസിക്കിൾസ് വിത്ത് എ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ. സോ ഇതിൻ്റെ അകത്ത് ഡ്രഗ്സ് കാണാം, ജീൻ തെറാപ്പി ഒക്കെ ഈ എന്താണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ചെയ്യാം. സോ അതിൻ്റെ ഉള്ളിൽ ഡ്രഗ് കാണാം, ജീൻ കാണാം. സോ ഈ ഒരു നാനോ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കിന് ലിപ്പോസോംസ് ഉപയോഗിക്കാറുണ്ട്. സോ നെക്സ്റ്റ് മിസെല്ലയും ഈ നാനോ എൻകാപ്സുലേഷന് സഹായിക്കാറുണ്ട്. നമുക്കറിയാം മിസെല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡും ഒരു ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലും കാണും. അപ്പോൾ നമ്മുടെ ഡ്രഗ് ഹൈഡ്രോഫോബിക് ആണെങ്കിൽ നമ്മുടെ ഡ്രഗ് ഹൈഡ്രോഫോബിക് ഡ്രഗ് ആണെങ്കിൽ പുറം ഭാഗത്ത് ഔട്ടർ ഷെൽ എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് നിറഞ്ഞിട്ട് നമ്മുടെ ഡ്രഗിലോട്ട് വരുമ്പോൾ ഹൈഡ്രോഫോബിക് ടെയിലായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഹൈഡ്രോഫോബിക് ഡ്രഗ്സ് എല്ലാം മിസെല്ല വഴി എൻകാപ്സുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മുടെ ഡ്രഗ് ഹൈഡ്രോഫിലിക് ആയിട്ടാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഹെഡ് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് ഭാഗം ഡ്രഗിന് നേരെയായിട്ടും ബാക്കി ഔട്ട് സൈഡിൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലും വരും. സോ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഡ്രഗ്സിന് എക്സാമ്പിളാണ് പാക്ലിടാക്സൽ, ടാമോക്സിഫെൻ എക്സെട്ര. ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഡ്രഗ്സിന് എക്സാമ്പിളാണ് ഡോക്സോറൂബിസിൻ, സിസ്പ്ലാറ്റിൻ ഇവയൊക്കെ. പിന്നീട് കാർബൺ നാനോ ട്യൂബ്സും ഈ നാനോ എൻകാപ്സുലേഷന് സഹായിക്കാറുണ്ട്. കാർബൺ നാനോ ട്യൂബ്സ് നമുക്കറിയാം ഗ്രാഫീൻ ഷീറ്റ്സിനെ റോളപ്പ് ചെയ്ത് ഒരു സിലിണ്ടറിക്കൽ ട്യൂബ്സ് ആക്കുമ്പോഴാണ് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹോളോ ട്യൂബ്സിൻ്റെ അകത്ത് നമ്മുടെ ഡ്രഗ്സിനെ സേഫ് ആക്കി വെക്കും. സോ അങ്ങനെ കാർബൺ നാനോ ട്യൂബ്സും എന്താണ് ഈ നാനോ എൻകാപ്സുലേഷന് സഹായിക്കാറുണ്ട്. സോ നെക്സ്റ്റ് ഡെൻഡ്രൈമേഴ്സ് ആർ ഓൾസോ എ വൈഡ്ലി യൂസിങ് നാനോ കാരിയർ. ഡെൻഡ്രൈമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഗറിൽ കാണാം, ഇതൊരു ഹൈലി ബ്രാഞ്ച്ഡ് മാക്രോ മോളിക്യൂളാണ്. അപ്പോൾ ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഇത് മാക്രോ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഇതിന് ഡ്രഗ് ലോഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സോ ചിലപ്പോൾ ഇതിന് ഒരു കോർ പാർട്ട് മാത്രമേ കാണപ്പെടാറുള്ളൂ, ചിലപ്പോൾ ഇതിന് പല കോർ പാർട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ അതുപോലെ സിവിയർ ആയിട്ടുള്ള ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഈ ഒരു ഡെൻഡ്രൈമേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യപ്പെടുക. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡ്രഗ് ലോഡിങ് കപ്പാസിറ്റി വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ. അതുപോലെ മെഡിക്കൽ ഇമേജിങ്ങിൽ ക്വാണ്ടം ഡോട്ട്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ക്വാണ്ടം ഡോട്ട്സും നാനോ എൻകാപ്സുലേഷൻ ഉപയോഗിക്കാറുണ്ട്. ഒരു നാനോ കാരിയറിന് എക്സാമ്പിളാണ് ക്വാണ്ടം ഡോട്ട്സും. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻഹാൻസ്ഡ് ഡ്രഗ് സ്റ്റെബിലിറ്റി ആയിരിക്കും. നമ്മുടെ ഡ്രഗ് സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യപ്പെടും. പിന്നീട് കൺട്രോൾഡ് ആൻഡ് സസ്റ്റെയിൻഡ് റിലീസാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ ഇംപ്രൂവ്ഡ് ബയോ അവൈലബിലിറ്റി ആണ്. പിന്നീട് ഓൾറെഡി പറഞ്ഞു ടാർഗറ്റഡ് ഡെലിവറി ടു ദോസ് ട്യൂമർ ടിഷ്യൂസ്. പിന്നെ അതുപോലെ പ്രീമച്വർ ഡീഗ്രഡേഷൻ ഒക്കെ ഈ ഒരു നാനോ എൻകാപ്സുലേഷൻ വഴി തടയും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. സോ അതുപോലെ തന്നെ നമ്മുടെ ഡ്രഗ് റെസിസ്റ്റൻറ്റ് മെക്കാനിസത്തിനെ ഓവർകം ചെയ്യാനും ഒക്കെ ഇതുകൊണ്ട് സാധിക്കും. I hope this video was clear and helpful to you. If you found it useful, please like, share, comment your feedback, and subscribe to the channel. And as always, grow, glow with Gayatri.